ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് ഞാൻ ഉണ്ടാക്കി കാണിക്കുന്ന ഒരു നാടൻ സ്റ്റൈലിലുള്ളൊരു പാവക്ക തീയലാണ് കേട്ടോ. ഈ ഒരു കറിയുടെ ചോറിന് വേറെ ഡിഷൊന്നും ആവശ്യമില്ല കേട്ടോ. ഈ ഒരു ഒറ്റ കറി മാത്രം മതി, നമുക്ക് എത്ര ചോറ് വേണമെങ്കിലും കഴിക്കാം. ഇതിന് മെയിനായിട്ട് പാവക്ക വേണം, പിന്നെ തേങ്ങ വറുത്തെടുക്കണം, പിന്നെ ഇതിന് ചെറിയ ഉള്ളി വെളുത്തുള്ളിയാണ് എടുക്കുന്നത്. നമുക്ക് ആദ്യം സ്റ്റൗ ഓണാക്കി ഒരു കടായി വെച്ചതിന് ശേഷം നമുക്ക് തേങ്ങയൊന്ന് വറുത്തെടുക്കണം. നമ്മൾ എത്രയാണ് എടുക്കുന്നത് വെച്ചാൽ അതിന് കണക്കായിട്ട് തേങ്ങ എടുക്കണം. ഞാനിപ്പോൾ ഒരു മുറി തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് കുറച്ച് കറിവേപ്പില, ഒരു 5-6 വെളുത്തുള്ളി, പിന്നെ ചെറിയ ഉള്ളി, 4 ചെറിയ ഉള്ളി ഇട്ട് നമുക്ക് തേങ്ങ ഒന്ന് വറുത്തെടുക്കണം. തേങ്ങ നമ്മൾ സാധാരണ വറുത്തെടുക്കുന്നവർ നല്ലൊരു ഗോൾഡൻ കളറാകുന്നവർ വെയിറ്റ് ചെയ്ത് വറുത്തെടുക്കണം. ഈ കറി 2 ദിവസം ചീത്തയാവാണ്ട് നിൽക്കും കേട്ടോ. അതുപോലെ തന്നെ ടേസ്റ്റും ഭയങ്കരമാണ്. നിങ്ങൾ പാവക്ക വീട്ടിലുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം. അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. തേങ്ങ ഇപ്പം ഞാൻ നല്ലോണം വറുത്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ നല്ല ഗോൾഡൻ കളറാകുന്നവരെ നമ്മൾ വറുത്തെടുക്കണം കേട്ടോ. വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ച് വറുത്തെടുത്താൽ മതി. അപ്പോഴാണ് കറിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടും. ഇനി നമുക്ക് ചട്ടിയിൽ കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം ചട്ടി ചൂടായതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മുടെ വെളുത്തുള്ളി ഇഞ്ചിയും ഇട്ട് കൊടുക്കാം. ഒരു 10-15 വെളുത്തുള്ളിങ്ങ ഞാൻ എടുത്തിട്ടുണ്ടാവും. അത് ഇതുപോലെ അങ്ങനെ ഫുള്ളായിട്ട് ഇടുകയാണ് കേട്ടോ, വെട്ടുന്നൊന്നുമില്ല. അതുപോലെ ഇഞ്ചിയും അതൊന്ന് നമുക്ക് ഫസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കാം. ഈ ഒരു കറിക്ക് ടേസ്റ്റ് കൊടുക്കുന്നത് വെളുത്തുള്ളി, നമ്മുടെ ഈ ചെറിയ ഉള്ളിയൊക്കെയാണ് കേട്ടോ. അതുപോലെ ചെറിയ ഉള്ളി, അതും ഒരു 10-20 ചെറിയ ഉള്ളി കാണും. പിന്നെ 2 പച്ചമുളക്, അതും ചേർത്ത് നല്ലോണം വഴറ്റി കൊടുക്കണം. ചെറിയ ഉള്ളി അങ്ങനെ വെട്ടൊന്നും വേണ്ട, അങ്ങനെ ഇട്ടാൽ മതി. പിന്നെ ഒരു തക്കാളി അതും ഇതുപോലെ ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കും. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കും കേട്ടോ. ഉപ്പിട്ട് കഴിഞ്ഞാൽ വേഗം വഴറ്റി കിട്ടും. നല്ലോണം വഴറ്റിയതിന് ശേഷം ഞാനിവിടെ ഒരു പാവക്ക ഇതുപോലെ ചെറുതായി അരിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നല്ലോണം ഒന്ന് മിക്സാക്കാം. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് നമ്മുടെ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ മുളക് പൊടി, എരിവൊക്കെ നിങ്ങൾ നോക്കി ചേർത്താൽ മതി കേട്ടോ. ഇനി ചേർക്കാനുള്ളത് മല്ലിപ്പൊടിയാണ് കേട്ടോ. മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക. നല്ലോണം മിക്സാക്കി കൊടുക്കാം. നല്ലോണം മിക്സാക്കി നമ്മളിതിലേക്ക് വെള്ളം ഒഴിച്ച് വേവിച്ചെടുക്കുകയാണ് വേണ്ടത്. പിന്നെ ചേർക്കാനുള്ളത് പുളിയാണ് കേട്ടോ. ഒരു നെല്ലിക്ക വലുപ്പത്തിൽ പുളിയെടുത്ത് വാളംപുളിയെടുത്ത് ഇതുപോലെ നല്ലോണം പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കണം. പുളി ചേർത്താലാണ് ആ പാവയ്ക്കയുടെ കയ്പ്പ് കുറച്ച് കുറയുള്ളൂ കേട്ടോ. നല്ല കയ്പ്പുള്ള പാവയ്ക്കയാണെങ്കിൽ ഇതുപോലെ പുളി നല്ലോണം ചേർത്ത് കൊടുത്താൽ അധികം കയ്പ്പ് അറിയില്ല. നമുക്കിനി ഇത് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇത് വേകുന്ന സമയത്ത് നമുക്ക് മിക്സിയിൽ നമ്മുടെ തേങ്ങ ഒന്ന് അരച്ചെടുക്കാം, നല്ല പേസ്റ്റാക്കി അരച്ചെടുക്കാം. ഇപ്പോൾ നമ്മൾ ആ പാവയ്ക്കയെല്ലാം ഒന്ന് വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ തേങ്ങ അരച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് നല്ലോണം വരണം. അതിന് ശേഷം നമുക്കിതിലേക്ക് ഞാൻ കുറച്ച് ജീരകപ്പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ മെയിനായിട്ട് ഇതിൽ ചേർക്കേണ്ടത് നമ്മുടെ ശർക്കരയാണ് കേട്ടോ. പിന്നെ കുരുമുളക് പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. ആ ശർക്കര കൂടി ചേർത്താലാണ് ഈ കറിക്ക് നല്ലൊരു ടേസ്റ്റ് വരും. നല്ല പുളിയും മധുരവും എരിവും കയ്പും എല്ലാം ചേരുമ്പോൾ നല്ല ടേസ്റ്റി ആയിരിക്കും ഈ കറി.
ഈ ഒരു കറി ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് വേറെ കറികളൊന്നും ആവശ്യമില്ല കേട്ടോ. എത്ര ചോറ് വേണമെങ്കിലും കഴിക്കാം. അതുപോലെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. എല്ലാവരും ഈ വീഡിയോ ഒന്ന് കണ്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ കമൻറ്റ്സ് അറിയിക്കണം. ഞാൻ ഇത്രയും വെള്ളമാണ്, നിങ്ങൾ മധുരം നോക്കി ചേർത്താൽ മതി, ചേർത്ത് കൊടുക്കുക. ഈ കറി ഇരിക്കും തോറും നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇന്ന് വെച്ച് നാളെ കൂട്ടിയാൽ അതിലും വലിയ ടേസ്റ്റ് വേറെ ഉണ്ടാവില്ല. അതുകൊണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അങ്ങനെ നമ്മുടെ പാവക്ക തീയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ചൂട് ചോറും കൂടി ഉണ്ടെങ്കിൽ നമുക്കിപ്പം തന്നെ കഴിക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ ഒന്ന് വറുത്തിട്ടെടുക്കുന്നുണ്ട്. കുറച്ച് കോക്കനട്ട് ഓയിൽ ഒഴിച്ച് കടുകിട്ട് കൊടുക്കാം. കടുകിട്ടതിന് ശേഷം നമ്മളിതിൽ നമ്മുടെ ഉണക്കമുളക് ഒരു 3 ഉണക്കമുളക് ചേർക്കണം. അതുപോലെ കറിവേപ്പില ചേർത്തതിന് ശേഷം നമ്മുടെ റെഡ് ചില്ലി ഇതുപോലെ വെട്ടിയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ കടുക് പൊട്ടിയതിന് ശേഷം നമുക്ക് നമ്മുടെ പാവക്ക കറിയിലേക്ക് വറുത്തിട്ടെടുക്കാം. എല്ലാവരും വീഡിയോ കണ്ട് ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുപോലെ വീട്ടിൽ പാവക്ക ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് കറി വെച്ച് നോക്കി ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ കമൻസിലൂടെ അറിയിക്കണം കേട്ടോ. അങ്ങനെ നമ്മുടെ അടിപൊളി നാടൻ സ്റ്റൈലിലുള്ള പാവക്ക തീയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നാളെ ഒരു പുതിയ വീഡിയോയിലൂടെ നമുക്ക് കാണാം. Thanks for watching.